നമസ്കാരം. MS മനുശങ്കറാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ സുഖകരമല്ലാത്ത വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ നാട്ടിലാണ്, ട്രിവാൻഡ്രത്ത്, നെടുമങ്ങാട്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ അമ്മയും രണ്ടാനച്ഛനോ കാമുകനോ ആരോ ഏതോ ഒരു നാറി 51ലധികം മുറിപ്പാടുകളോടെ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. അവരുടെ സുഖത്തിന് വേണ്ടി, അവളുടെ കിഴപ്പിന് വേണ്ടി 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊന്നു തള്ളിക്കളഞ്ഞു മൃഗീയമായി. 1.5 വയസ്സിൽ അവൻ അനുഭവിച്ച വേദന എന്ത് എന്ന് ഇവനെയൊക്കെ അറിയിക്കണം. കാലിനടിയിൽ സിഗരറ്റ് ഇട്ട് കുത്തിയും തീക്കൊള്ളി കൊണ്ട് കുത്തിയും കൈകാൽ അടിച്ചൊടിച്ചും ശരീരം മുഴുവൻ 51ലധികം മുറിവുകളുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്നിട്ടും അവൻ ഇവിടുത്തെ ED ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാത്ത, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാത്ത, ജോലി ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാത്ത സംരക്ഷണം കൊടുത്തു കൊണ്ടുപോയ കേരളത്തിന്റെ പോലീസിന് ഒന്നാം തരം ഒരു നമസ്കാരം. ഇനിയും അവനെ ജയിലിൽ കൊണ്ടുപോയി തീറ്റി പോറ്റി നല്ല മട്ടനും ചിക്കനും ഷെഡ്യൂൾ അനുസരിച്ചുള്ള ആഹാരവും എണ്ണയും സോപ്പും ഒക്കെ കൊടുത്ത് കുളിച്ച് മറ്റേ ടൈം ടേബിൾ വെച്ചുള്ള ജീവിതം ജീവിപ്പിച്ച് അവനെ സുഖിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങണം. ആ പിഞ്ചു കുഞ്ഞിന് ലോകം കാണാൻ സാധിക്കാതെ, ഈ നാട്ടിലെ നന്മ എന്തെന്ന് കാഴ്ചകൾ കാണാതെ, വർണ്ണങ്ങൾ കാണാതെ, അക്ഷരങ്ങൾ കാണാതെ അവനെ കൊന്നു തള്ളിയവന് ഇനിയും നിങ്ങൾ ഒരുപാട് സംരക്ഷണം കൊടുക്കണം. ഇവനെയൊക്കെ ഇവിടെ നട റോഡിൽ ജനങ്ങൾ തല്ലിക്കൊല്ലേണ്ട കാലം കഴിഞ്ഞു. അവനെ തല്ലാമെന്ന നാട്ടുകാരെ, അല്ലെങ്കിൽ അവനെ സംരക്ഷണം കൊടുക്കുകയാണ് പോലീസുകാർ ഈ നാറിക്കൊക്കെ. പിന്നെ ആ സ്ത്രീയെ അവളെയൊന്നും സ്ത്രീജനത്തിൽ പോലും കൂട്ടാൻ പാടില്ല. അത്രയും നാറിയ ഒരു സ്വന്തം കുഞ്ഞിനെ, നൊന്തു പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ കാമുകനോടൊപ്പമുള്ള സുഖത്തിന് വേണ്ടി അവൾ കൊന്നു തള്ളിയെങ്കിൽ എവളെയൊക്കെ സ്ത്രീ എന്ന് വിളിക്കാൻ സാധിക്കുമോ? സമൂഹം ചിന്തിക്കണം, സാധാരണക്കാർ ചിന്തിക്കണം. കുഞ്ഞില്ലാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി നടക്കുന്ന ആയിരക്കണക്കിന് രക്ഷകർത്താക്കളുണ്ട്. അവർക്കൊക്കെ കിട്ടേണ്ട ഒരു അമ്മയാവാനുള്ളത്, ഒരു അച്ഛനാവാനുള്ളത്, ഒരു പുണ്യം ലഭിച്ച ഈ നായിൻ്റെ മക്കൾ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു എന്ന് പറയുമ്പോൾ, എന്നിട്ടും ഇനിയും അവനെ തീറ്റിപ്പോറ്റാൻ ജയിലറയിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എവനെയൊക്കെ കൊന്നുകളയണം. ഇതൊക്കെ കാണുമ്പോഴാണ് UP യോഗി ആദിത്യനാഥിനോടൊക്കെ ബഹുമാനം തോന്നുന്നത്. ഷൂട്ട് അറ്റ് സൈറ്റ്. ഇവനൊക്കെ ജീവിച്ചിരിക്കേണ്ടവനെ അല്ല, ചത്തു പോവേണ്ടവനാണ്. അതിൻ്റെ മോയി.